ഭൂമി നിങ്ങൾ അറിയോ? 82-ലോ 84-ലോ ആ മഹാസ്ഥാപനത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. യുവാക്കളെ, കൊച്ചരജന്മാരെ, നിങ്ങളൊന്ന് കേൾക്കണം. CH നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ നിങ്ങൾ? എന്റെ സഹോദരിമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാനിരിക്കുന്ന ലക്ഷക്കണക്കിന് പൈതങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ എയർപോർട്ട് ലോകത്തിന് സമർപ്പിക്കുന്നുവെന്ന CH പ്രസംഗിച്ചത്. അത് CH പ്രസംഗിക്കുമ്പോൾ ഞാനോ നിങ്ങളോ ഉണ്ടാവണമെന്നില്ല. ഇവിടെയുള്ള യുവാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞ് ലീഗിനെ ആക്രമിക്കാൻ വരുന്ന താന്തോണി പയ്യന്മാർ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി ആ എയർപോർട്ട് ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ ഇപ്പോഴും ആർജവത്തിന്റെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഗവൺമെന്റിന് ചില പ്രൊസീജറുകളുണ്ട്, ഗവൺമെന്റിന് ചില നിയമവ്യവസ്ഥകളുണ്ട്. ഇത്ര ഉറുപ്പിക കൊടുക്കാവൂ, ഇത്ര ഉറുപ്പിക കൊടുത്താൽ പറ്റൂ, കൊടുക്കാൻ കഴിയൂ എന്നത് പ്രൊസീജറാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിയമമാണ്. പക്ഷെ പാണക്കാട്ടിൽ നിന്നൊരു കുറിയ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. ഗവൺമെന്റ് കൊടുത്ത പൈസ മതിയാവാതെ വരികയാണെങ്കിൽ എത്ര ഉറപ്പികയാണ് ആവശ്യം, അത് എന്റെ പാർട്ടി നൽകുമെന്ന് പറയാൻ ആർജവം കാണിച്ചു. അത് CHന്റെ പിൻഗാമിയായി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ എയർപോർട്ട് ഉണ്ടാക്കാൻ? നിങ്ങളുണ്ടോ എയർപോർട്ടിന് വേണ്ടി ഞങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചപ്പോ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ? നിങ്ങളുണ്ടായിരുന്നോ എന്നാ ചോദിക്കുന്നു. NDF-കാരൻ മറുപടി പറയണം. നീ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നു? നിന്റെയൊക്കെ നേതാവിന് 75-65 വയസ്സായല്ലോ. യുവാവും വിദ്യാർത്ഥിയുമായ നിന്റെയൊക്കെ നേതാക്കന്മാർ അന്ന് ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. നീ ഉണ്ടായിട്ടില്ലല്ലോ, നിന്നെ കണ്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു. നിങ്ങൾക്കറിയുമോ കാലിക്കറ്റ് വിമാനത്താവളം വന്ന രംഗം വേറുണ്ട്. ആകാശത്ത് നക്ഷത്രത്തെ കാണുന്ന പോലെ ഒരു പൊട്ടില് വിമാനം കാണുമ്പോ അത് ഇറങ്ങാൻ മുറ്റത്ത് നിന്ന ഒരു തലമുറയോടാണ് വിമാനത്താവളത്തെ കുറിച്ച് പ്രസംഗിച്ചത് ലീഗ്. അന്ന് വിമാനം ആകാശത്ത് കൂടി പോകുമ്പോ എത്ര വലിയ കാഠിന്യമേറിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ആ ജോലി ഇട്ടേച്ച് നമ്മുടെ പെൺകുട്ടികളും സഹോദരിമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ ആ വിമാനം കാണാൻ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കും. വിമാനം പോകുന്നത് കാണാൻ, അതിന്റെ ഒരു ഇരുമ്പല് കേൾക്കാൻ. അത്രമാത്രം വിമാനവുമായിട്ട് അടുത്ത് ഇടപെടുന്നേ ഉള്ളൂ നമ്മൾ. ആ കാലത്തന്ന് പ്രസംഗിച്ചിട്ടും എഴുതിയിട്ടും അത് ഉണ്ടാക്കിക്കൊടുന്നത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നിന്റെ ഒക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉണ്ടല്ലോ റൗണ്ട് സീൽ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സീലാണ്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ആളുകളോട് എണ്ണം പറഞ്ഞ് വാങ്ങുമ്പോ ലീഗിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സഹായിക്കാൻ കൊടുക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS നമ്പൂതിരിപ്പട തന്നതെന്ന് ആർക്കെങ്കിലും വലിയ സംശയമുണ്ടോ? NDF-കാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും സംശയമുണ്ടോ? അത് അന്ന് ഭരണം മുഖ്യമന്ത്രി EMS ആയിരുന്നില്ല എന്ന്. അതിന് EMSന്റെ ആത്മകഥ വാങ്ങാൻ കിട്ടും. അത് പോയി DC ബുക്സ് അല്ലേ. EMSന്റെ ആത്മകഥയിൽ EMS പറയുന്നുണ്ട് ആരാ ജില്ല ആരെ കൊണ്ടാ ജില്ല ഉണ്ടായത്. അതിന് EMSന്റെ പുസ്തകം ഒരു ആവർത്തി വായിച്ചാൽ മതി. അതതിന് മറുപടിയുള്ളൂ. ഒരു കാര്യത്തിലും നമ്മളെ കൂടെ നിൽക്കാൻ ആളില്ല. ജില്ല വന്നപ്പോ പറഞ്ഞില്ല താനൂര് കടപ്പുറത്ത് ചാരക്കപ്പൽ വരും, പാകിസ്ഥാന്റെ കപ്പൽ വരും, ഇവിടെ പട്ടാളം ഇറങ്ങും, എന്തെല്ലാം പുകിലായിരുന്നു. പാകിസ്ഥാന്റെ ചാരക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരുമ്പോ ആ പാകിസ്ഥാന്റെ ചാരക്കപ്പലിനെ തടുക്കാൻ നിന്റെ ഒക്കെ ചോറ്റ് പട്ടാളത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ പട്ടാളം പിരിച്ചുവിട്ടേക്ക്, എനിക്ക് ജില്ല വേണം എന്ന് താനൂരിൽ പോയി പ്രസംഗിച്ചു ഞങ്ങളുടെ വന്ധ്യനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ്. ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധിയുടെ പിന്നിൽ, ഇവിടെ ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ പിന്നിൽ നോക്കൂ. ഇതൊരു സ്റ്റേറ്റ് ഹൈവേ റോഡാണ്. ഈ പത്തുമൂച്ചി എന്ന കൊച്ചു ഗ്രാമത്തെ കീറി മുറിച്ച് പോകുന്നത്, മലപ്പുറത്തേക്ക് പോകുന്നത് സ്റ്റേറ്റ് ഹൈവേ റോഡാണ്. നിങ്ങൾക്കറിയുമോ? ഇതൊരു ഇടവഴിയായിരുന്നു, പിന്നീട് ഇതൊരു ചെമ്മൺ പാതയായി, പിന്നീട് ഇതൊരു മനോഹരമായ റോഡാക്കി. ഇതിന്റെ ഓരോ പിന്നിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനമുണ്ട്. ഇത്രമാത്രം ഇടവഴികളുള്ള ഒരു നാട് മലപ്പുറം ജില്ലയില്ലാതെ വേറെ ഉണ്ടായിരുന്നില്ല. കുന്നിൻ മലകളും കുന്നുകളും നിറഞ്ഞ ഒരു പ്രദേശം. ആ പ്രദേശത്തെ ഇങ്ങനെയാക്കി ജനങ്ങളുടെ മാനസികാവസ്ഥ